ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ 27 സെപ്റ്റംബർ ഫ്രൈഡേ ആണെന്ന്. നമുക്ക് ലൈവായിട്ട് ഓപ്ഷൻ ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. എൻട്രി ചാൻസ് വരികയാണെങ്കിൽ എൻട്രി എടുക്കാം. ലിക്വിഡിറ്റി സെറ്റപ്പ് പ്രകാരം നമുക്ക് എൻട്രി വരികയാണെങ്കിൽ എടുക്കാം. നമുക്ക് ലിക്വിഡിറ്റി സെറ്റപ്പ് പ്രകാരം നിഫ്റ്റി ബാങ്കിലൊക്കെ ആണെങ്കിലും 54-84 ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. അതിൻ്റെ താഴെ 54,000 താഴെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് ഡൗൺ സൈഡ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസം SL കൂടുതൽ വന്നത് നമുക്ക് 2 SL വരാൻ കാരണം നമ്മൾ പുട്ട് ഓപ്ഷൻ ഇത്രയും ബുള്ളിഷായ മാർക്കറ്റ് പുട്ട് ഓപ്ഷൻസ് ഞാൻ എപ്പോഴും റീട്രേസ്മെൻറ്റിന് പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ. പക്ഷേ 2 ദിവസം നമുക്ക് SL ആണ് വന്നത്. നമുക്ക് നോക്കാം, ഇന്ന് നോക്കാം, ഓപ്പർച്യൂണിറ്റി നോക്കാം. പിന്നെ ഈ സാറ്റർഡേ നമ്മുടെ എന്താ പറയുക പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പോസ്റ്റ് ചെയ്യും കേട്ടോ വീഡിയോ ചാനലിൽ. കഴിഞ്ഞ ഈ മാസത്തെയും സെപ്റ്റംബറും ഓഗസ്റ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഓഗസ്റ്റിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് പോസ്റ്റ് ചെയ്യാത്തത്, ലോസ് ആണോ അതാണോ ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഓഗസ്റ്റത്തെ ഞാൻ പോസ്റ്റ് ചെയ്യും. ഓഗസ്റ്റ് ഞാൻ ലോസ് ആയിട്ടൊന്നുമില്ല, അതിന് ടൈം കണ്ടെത്തി അങ്ങോട്ട് ഇട്ട് ഇതന്നെ ചെയ്യാനുള്ളൊരു മടി ഉണ്ടല്ലോ. മീൻസ് ഈ ഡെയിലി ലൈവ് ട്രേഡ് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ചെയ്യാനുള്ള മടി കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പം ഇന്ന് ഏതായാലും ഞാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് 2 ഓഗസ്റ്റും സെപ്റ്റംബറൊക്കെ ഒരുമിച്ച് ചെയ്യാം. അത് കാണാം. മാർക്കറ്റ് ഓവറോൾ നല്ല ബുള്ളിഷ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് 2 ഡേയ്സിലെടുത്ത ട്രേഡ് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞു റിട്രേസ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ട്രേഡ് എടുത്തിരുന്നത് 2 ദിവസം. പക്ഷേ അപ്പോൾ ഇന്നും ചെറിയ റിട്രേസ്മെൻറ്റിലാണ് എൻ്റെ മൈൻഡ് സെറ്റിൽ ഇങ്ങനെ വരുന്നത്. റിട്രേസ്മെൻറ്റിൽ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. നോക്കാം നമുക്ക്. ക്രൂഡിലും ഇതേപോലെ ഞാൻ ഒരു ലിക്വിഡിറ്റി ഏരിയ കേട്ടോ. ക്രൂഡ് ഓയിലിൻ്റെ US ചാർട്ടാണിത്. അത് ഞാൻ നോക്കാറുണ്ട്, ജസ്റ്റ് വാച്ച് ചെയ്യാറുണ്ട്. ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്ന പണിയിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ. ക്രൂഡിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്നൊക്കെ നോക്കിയിട്ട് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ തന്നെയാണ്. എനിവേ പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ എന്താ പറയുക US ചാർട്ടാണ് കൂടുതൽ. USൽ കുറച്ചും കൂടി നല്ല 1 മിനിറ്റിലൊക്കെ നോക്കുമ്പോൾ നല്ല പ്രൈസ് ആക്ഷൻസ് കാണതില്ല. അപ്പോൾ എൻട്രി സെറ്റപ്പൊക്കെ ഇതിലാണ് അധികം നോക്കൽ ഞാൻ. എന്നിട്ടാണ് നമ്മുടെ എന്താ പറയുക MCXൽ ട്രേഡ് എടുക്കാറുള്ളത്. പിന്നെ നമ്മുടെ നിഫ്റ്റിയും ബുള്ളിഷാണ്, ബാങ്കും ബുള്ളിഷാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് മാർക്കറ്റ് അങ്ങനെ ബുള്ളിഷായി പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞാൻ ലാസ്റ്റ് 2 ഡേയ്സ് എനിക്ക് ലോസ് വന്നത്. ഞാൻ ബെയറിഷ് ട്രേഡിനാണ്. ഞാനെപ്പോഴും നമ്മളോട് പറഞ്ഞില്ല മാർക്കറ്റ് കണ്ടിന്യൂസ് അപ്സൈഡിലേക്ക് പോകില്ല, ചെറിയൊരു ബെയറിഷ്നെസ് തരും എന്നുള്ളതിൽ. ഇന്ന് നമുക്ക് വേണമെങ്കിൽ 2 രീതി ട്രേഡ് എടുക്കാം. ഒന്നുകിൽ അപ്സൈഡ് ലിക്വിഡിറ്റി ഏതെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് എടുക്കാം. അല്ലെങ്കിൽ ഡൗൺ സൈഡ് ടാപ്പ് ചെയ്യുമ്പോൾ 54 ബാങ്കിലൊക്കെ 54,000 താഴേക്ക് വരുമ്പോൾ അപ്സൈഡിലേക്ക് നോക്കാം. ഏതെങ്കിലും വരുമോ നോക്കാം. ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ പോലെ ഫോം ചെയ്തിട്ട് ഇതിൻ്റെ ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ഹൈനൊക്കെ എടുത്താലേ ഇന്നത്തെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇന്നത്തെ ഹൈ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 50 മിനിറ്റ്സ് ക്യാൻഡിലാണ് ഇന്നത്തെ ഹൈ എന്ന് പറഞ്ഞാൽ. ആ ഒരു ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ ഇന്ന് വേണമെങ്കിൽ താഴെ വന്നിട്ട് അപ്സൈഡിലേക്ക് നോക്കാം. ഏതേ ഓപ്പർച്യൂണിറ്റി വരികയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഏതായാലും. ഓക്കെ, സമയം 9:58 നമുക്കൊരു എന്താ പറയുക ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്, അതുപോലെ ഫസ്റ്റ് 50 മിനിറ്റ്സിൻ്റെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ നമുക്കൊരു ഡൗൺ സൈഡ് ട്രേഡിന് നോക്കാം. ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് അവിടെ, ഫ്യൂച്ചർ ചാർട്ടിലായാലും സ്പോട്ടിലായാലും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഡൗൺ നോക്കണമെന്നുള്ളതാണ്. കാരണം ലാസ്റ്റ് 2 ഡേയ്സ് ഇത്രയും മാർക്കറ്റ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്കത് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ഡൗൺ സൈഡ് ടാപ്പ് ചെയ്യാം, അപ്പ് സൈഡ് നോക്കാം. അതാണ് നല്ലത്. ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്ക് നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഡൗൺ സൈഡ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട, അപ്പ് സൈഡിലേക്ക് തന്നെ നോക്കാം. താഴേക്ക് വരട്ടെ കുറച്ച്. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, 3:36 കേട്ടോ. ടൈം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അതുവരെ റെക്കോർഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് ഫ്രൈഡേ അതിനെ കൊണ്ട് പുറത്തൊക്കെ പോയി പിന്നെ ആ റെക്കോർഡിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ അതിൻ്റെ ട്രേഡ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. അന്ന് ചെയ്ത 3 ട്രേഡ്സ് ഒന്നും ടാർഗറ്റ് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സ്റ്റോപ്പ് ലോസ് 1 ട്രേഡ് 2 ട്രേഡ് SL അടിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ടാർഗറ്റ് വെച്ചാൽ ഹെവി ടാർഗറ്റ് അടിച്ചിട്ടില്ല. ഒരു സിംഗ് ഹൈ കട്ട് ചെയ്തപ്പോൾ ഇറങ്ങിയത്. ഞാൻ ലോജിക്കൊക്കെ ഒന്ന് പറഞ്ഞുതരാം. കാരണം ട്രേഡിൻ്റെ നമ്മൾ ഇനീഷ്യലി നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡൗൺ സൈഡ് ട്രേഡിന് ഓപ്പർച്യൂണിറ്റി നോക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഈ ഒരു ഏരിയ എത്തുന്ന സമയത്ത് കറക്റ്റ് അവിടെ തന്നെ ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. അതിന് ശേഷം ഒരു 10:08 ആയപ്പോഴൊക്കെ ഈവൻ ഫ്യൂച്ചർ ചാർട്ടിലും നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ഫ്യൂച്ചർ ചാർട്ടിലാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് 10:30 34 ഫ്യൂച്ചർ ചാർട്ട് വന്നത്. ഈ ഒരു ഏരിയയിലാണ് ലാസ്റ്റ് ലിക്വിഡിറ്റി എടുത്ത് 10:34. അതിന് ശേഷം സ്ട്രൈറ്റ് ഡൗൺ സൈഡ് മൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 2 ദിവസം നമുക്ക് പുട്ട് ഓപ്ഷൻ നോക്കിയിട്ട് SL അടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ല കണ്ടിന്യൂസ് മാർക്കറ്റ് എപ്പോഴും പോകുമ്പോൾ താഴേക്ക് ചെറിയ റിവേഴ്സൽ എപ്പോഴും മാർക്കറ്റ് ഉണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞ 2 ദിവസം നമുക്ക് പ്രതീക്ഷിച്ചിട്ട് വലിയ ട്രേഡ് എടുത്തിട്ട് നമുക്കത് പ്രോഫിറ്റ് എത്തിയില്ല. പക്ഷേ ഇന്ന് അത് എടുക്കണോ എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഞാൻ അപ്സൈഡിലേക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തത്. അപ്സൈഡ് എടുത്ത് നോക്കിയ 3 ട്രേഡും ഇല്ല. നമ്മൾ എടുത്തിട്ട് 3 ട്രേഡ് അപ്സൈഡിലേക്കാണ്. അതിൽ അതുകൊണ്ടാണ് ഇത് ലോസ്. ഇന്ന് ഡൗൺ സൈഡിലേക്ക് ഈ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഹെവി പ്രോഫിറ്റാണ്. മാക്സിമം കിട്ടേണ്ടത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു സിംഗ് ലോയോ അല്ലെങ്കിൽ ഡേ ലോയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ പ്രീവിയസ് ഡേൻ്റെ ലോയോ ഒക്കെ ഹെവി ടാർജറ്റാണ്. 100-200 പോയിൻ്റൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് നമ്മൾ ആ കഴിഞ്ഞ 2 ദിവസത്തെ ചെറിയൊരു എന്താ പറയുക ലോസ് വന്നതിലൊരു പേടി മേടിച്ചതാണ്. എഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് നിന്ന് ചെയ്യാവുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ
കമൻസ് അതാ വരുന്നത്, ഇത്രയും അപ്സൈഡ് പോയിട്ട് നിങ്ങളല്ലാതെ പുട്ട് ഓപ്ഷൻ എടുത്ത് വരുത്തുമോ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നത്. എന്താ വെച്ചാൽ ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല, മാർക്കറ്റ് ഇത്രയും ബുള്ളിഷായിട്ട് പോയിട്ട് ഞാൻ ലാസ്റ്റ് 2 ദിവസം ബെയറിഷ് ട്രേഡ് എടുത്തത്. അങ്ങനെ ഒരു പോയിന്റ്, അതൊരു എന്താ പറയുക, അത്രയും ബുള്ളിഷായി പോകുമ്പോൾ നമ്മളതും ശ്രദ്ധിക്കണം. പക്ഷേ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയയിലും ഉണ്ട് എന്നുള്ള കാര്യമാണ് സത്യം. നമ്മളൊരു സിസ്റ്റത്തിൽ അങ്ങനെ ഫോളോ ചെയ്യാനും നന്നാവുക. കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഞാൻ എൻട്രി എടുത്തത് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോൾ തന്നെ അപ്സൈഡിലേക്ക് തന്നെയാണ് ട്രേഡ് എടുത്തത്. അതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുക്കാത്ത ട്രേഡാണ് നല്ല ടാർജറ്റിലേക്ക് പോയത്. എടുത്ത ഒരു ട്രേഡ്, ഫസ്റ്റ് ട്രേഡ് ടാർജറ്റായിരുന്നു കേട്ടോ. ഫസ്റ്റ് ട്രേഡ് ഞാൻ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നല്ലൊരു 50 മിനിറ്റ്സിൻ്റെ ഒക്കെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒരു ലോ എടുത്തപ്പോൾ ഡയറക്റ്റ് ട്രേഡ് എടുത്ത. ഡയറക്റ്റ് ട്രേഡ് എടുക്കാൻ നമ്മളൊരു എൻട്രി നോർമലി എൻട്രി സെറ്റ് പ്രകാരം ഒന്നുമല്ല. അപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ ലോ ടാപ്പ് ചെയ്ത് ഭയങ്കര സ്പൈക്കിലാണ് മുകളിൽ, നമുക്കൊരു എൻട്രി പിന്നെ ചാൻസ് തരാതെ പോണേ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ലോ ടാപ്പ് ചെയ്ത സമയത്ത് തന്നെ ഡയറക്റ്റ് ഇവിടുന്ന് ഒരു എൻട്രി എടുത്തതാണ്. ഈ എന്താ പറയുക, ഓൾമോസ്റ്റ് 11:36 ക്യാൻഡലിൻ്റെ ലോ ടാപ്പ് ചെയ്ത്, മീൻസ് 11:19 ക്യാൻഡിൽ ലോ ടാപ്പ് ചെയ്തപ്പോൾ തന്നെ ഞാൻ അപ്സൈഡിലേക്ക് കയറിയതാണ്. കാരണം ഒരു ഓൾറെഡി ഒരു എന്താ പറയുക, ട്രെൻഡ് ലൈനിൻ്റെ താഴേക്ക് വന്നിട്ടുണ്ട്, ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, ഷോർട്ട് ചെയ്യും. മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുമെന്ന് പറഞ്ഞ് ഷോർട്ട് ചെയ്ത കുറച്ച് വെയിറ്റ് ചെയ്യും, ഒന്ന് റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യും. ചില ആളുകൾ ഒന്നുകൂടി ലോ എടുക്കുമ്പോൾ ട്രേഡ് ഡൗൺ സൈഡിലേക്ക് എടുക്കാമെന്നുള്ള ആളുകൾ ട്രേഡ് എടുക്കുന്ന സമയത്താണ് ഞാൻ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്തപ്പോൾ ഒരു കോൾ ഓപ്ഷൻ എടുത്തത്. അത് നെക്സ്റ്റ് സിങ് ഹൈ ടാപ്പ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഇറങ്ങിയിട്ടോ. കാരണം നെക്സ്റ്റ് സിങ് ഹൈ ടാപ്പ് ഈ ഇതിൻ്റെ മുകളിലും SL മീൻസ് ആളുകൾ ഷോർട്ട് ചെയ്ത ആളുകൾ SL ഇവിടെ ഉണ്ടാവുന്നുള്ളതിൽ കറക്റ്റ് ഞാൻ ഇവിടെ തന്നെ ഇറങ്ങി. അത് ആ ഒരു ട്രേഡാണ് ഇവിടെ ഒരു പ്രോഫിറ്റ് അടിച്ചത്, ഈ 54,100 കോൾ ഓപ്ഷൻ. അതിനുശേഷം സെയിം 54,100 കോൾ ഓപ്ഷന് ലോസും വന്നതും അത് തന്നെയാണ്. സെയിം ഏരിയ, സെയിം ക്യാൻഡലിൻ്റെ 11:37 ക്യാൻഡിൽ ലോ ടാപ്പ് ചെയ്തപ്പോൾ 11:56 എഗെയിൻ ടാപ്പ് ചെയ്ത ഉടനെ തന്നെ ഒരു ബുള്ളിഷ് അപ്സൈഡ് ട്രേഡ്. എൻ്റെ ടാർജറ്റ് വെച്ചത് ഈ ഒരു ഹൈ ഏരിയയിലായിരുന്നു. പക്ഷേ മാർക്കറ്റ് അതിൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ട് നേരെ താഴെ വന്നിട്ട് എൻ്റെ SL അടിച്ചു. അത് കുറച്ച് 20 സംതിങ് പോയിൻ്റ് ഉണ്ടായിരുന്നു. 1,800 രൂപ ലോസ് വന്ന ആ ട്രേഡിൽ. പിന്നെ ലാസ്റ്റ് ട്രേഡ് ഞാൻ മൊബൈലിലെടുത്ത്, ഞാൻ പുറത്തായിരുന്നു, മൊബൈലിലെടുത്തതാണ്. ഒരു എന്താ പറയുക, എനിക്ക് സ്റ്റില്ല് ബുള്ളിഷിലേക്ക് തന്നെ പോകണം എന്നുണ്ടായിരുന്നു. മാർക്കറ്റ് ഒരുപാട് ലിക്വിഡിറ്റി എടുത്ത സ്ഥിതിക്ക് ബുള്ളിഷ് അപ്സൈഡിലേക്ക് പോകുമെന്നുള്ള വ്യൂവിൽ ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് വെയിറ്റ് ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ ഒരു 54,000 ഒക്കെ ഉണ്ടല്ലോ, 54,000 താഴെ ലിക്വിഡിറ്റി ഉണ്ടാവും. മാർക്കറ്റ് ഇത്രയും ബെയറിഷ് ആയിട്ട് വരുമ്പോൾ അവിടെ എത്തുമ്പോൾ ആളുകൾ ഹെവി ആയിട്ട് സെല്ല് ചെയ്യും എന്നുള്ള വ്യൂവിൽ ഞാൻ അഗെയിൻ ചെറിയൊരു ട്രെൻഡ് ലൈൻ, അതൊരു പ്രോപ്പറായിട്ടൊന്നുമല്ല, ചെറിയ ട്രെൻഡ്, ഞാൻ മൊബൈലിൽ നോക്കിയിട്ടാണ് നോക്കിയിരുന്നത് ആ സമയത്ത്. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ആ ഒരു ലോ എടുത്തു. ആ ഒരു ക്യാൻഡൽ ലോ എടുത്ത സമയത്ത് തന്നെ ഞാൻ ഡയറക്റ്റ് ഒരു കോൾ ഓപ്ഷൻ 54,000 കോൾ ഓപ്ഷൻ എടുത്തു. ആ ട്രേഡിലും SL ഓൺ ദ സ്പോട്ടിൽ തന്നെ. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ലോജിക്ക് ഇത്ര തന്നെ ഉള്ളൂ. ഇന്ന് ഹെവി ആയിട്ട് നമ്മുടെ 5 മിനിറ്റ്സോ 50 മിനിറ്റ്സോ ഒക്കെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ 50 മിനിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി ഏരിയയിലൊക്കെ നിഫ്റ്റി ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈമിലൊക്കെ. ആ ഒരു നിഫ്റ്റിയിൽ 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയയിലൊക്കെ മാർക്കറ്റ് വന്ന് ഒരു റിവേഴ്സലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതും ഒരു പ്രോപ്പറായിട്ട് ഡൗൺ സൈഡിലേക്കും തന്നിട്ടില്ല. നിഫ്റ്റീൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും ടാർഗറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ അതും എത്തിയിട്ടില്ല. ഞാൻ ആ ട്രേഡൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഓൾറെഡി 3 ട്രേഡ് ആയപ്പോൾ നിർത്തി. ഇനിയിപ്പോൾ ഇന്ന് ഒരു വീഡിയോ കൂടി ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യാണ്ട് ശനിയാഴ്ച, അതായത് നാളെ വൈകിട്ട് 7 മണിക്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് അതും ഓരോ മാസം ഓഗസ്റ്റത്തെ സെപ്പറേറ്റ് ചെയ്യുക. സെപ്റ്റംബറത്തെ ഓഗസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു, ഓഗസ്റ്റത്തെ ചെയ്യുക, സെപ്റ്റംബറത്തും ചെയ്യുക. അങ്ങനെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു സെപ്പറേറ്റ് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതേപോലെ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ വീഡിയോ ഒക്കെ ഒന്ന് ഉഷാറാക്കണമെന്ന് പ്ലാനുണ്ട്. അടുത്ത മാസം മുതലൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എഡിറ്റിംഗ് ഒക്കെ വന്നിട്ട് സെറ്റ് ചെയ്തിട്ട് ഇൻട്രോ ഒക്കെ വെച്ച് നല്ല ഉഷാറിൽ ചെയ്യണം വീഡിയോ ഒക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. സപ്പോർട്ട് ചെയ്യുക മീൻസ് ലൈക്ക് ചെയ്യാനും നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ വീഡിയോ ഒക്കെ ഓൾറെഡി റീച്ച് കൂടും. അപ്പോൾ ചാനലിൽ ആളുകൾ കാണുന്നതിൻ്റെ എണ്ണം കൂടും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞാൻ ഡെയിലി ലൈവ് ട്രേഡ് ചെയ്യാറുണ്ട്, അങ്ങനെ ഡീറ്റെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, യൂട്യൂബിൽ നിന്നും ചെറിയൊരു ഇൻകമൊക്കെ ഉണ്ടല്ലോ, ചെറിയ വരുമാനമൊക്കെ ഉണ്ട്. അപ്പോൾ ആ യൂട്യൂബിൽ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കൂടെ ആളുകൾ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല ബെനിഫിറ്റ് ഉണ്ടാവും എനിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ചെയ്താലേ അതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എനിവേ, താങ്ക് യു, ബൈ.